അഞ്ജലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് നാളായിട്ട് ഞാനങ്ങനെ വീഡിയോസോ കാര്യങ്ങളൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ റീസൺ എന്നാന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. വേറൊന്നുമല്ല കേട്ടോ, ഞാൻ പഠിക്കാനായിട്ട് പോയേക്കുവാണ്. ഞാൻ ശാന്തേരി കോളേജ് വഴുത്തല നിന്നിട്ടാണ് പഠിക്കുന്നത്. MSW ആണ് പഠിക്കുന്നത്. അപ്പോൾ വീട്ടിലല്ല ഇപ്പോൾ ഞാൻ, അതുകൊണ്ട് എനിക്ക് അങ്ങനെ വീഡിയോസൊന്നും എപ്പോഴും എടുക്കാനും പറ്റാറില്ല. എപ്പോഴും എടുക്കാൻ പറ്റാറില്ല, സമയം കിട്ടുന്നില്ല എന്ന് വേണം പറയാനായിട്ട്. ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടാണ് പഠിക്കുന്നത്. ക്ലാസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി നേരേലും കിടക്കണമല്ലോ. പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും മടുക്കും. പിന്നെ MSW ആയതുകൊണ്ട് തന്നെ ഫീൽഡ് വർക്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യമുണ്ട്. ഫീൽഡ് വർക്ക് കഴിഞ്ഞ് വന്നിട്ട് റിപ്പോർട്ട് എഴുത്ത് അങ്ങനെ തിരക്കായി. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഇതുവരെയായിട്ടും ചെയ്യാത്തതും ഇടാത്തതും ഒക്കെ. പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ പ്രാവശ്യവും വന്നിട്ട് സെയിം ഡയലോഗാണ് പറയുന്നത്. ഞാൻ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. എന്നിട്ട് വീഡിയോസൊന്നും അങ്ങനെ ഇടാനും പറ്റാറില്ല. ഇനിയിപ്പോൾ ഞാൻ അങ്ങനെയുള്ള വാഗ്ദാനങ്ങളൊന്നും പറയുന്നില്ല. ഞാൻ പറ്റുന്ന പോലെ വീഡിയോസൊക്കെ പതുക്കെ ഇട്ടോളാം കേട്ടോ. അപ്പം നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ കോഴ്സ് എങ്ങനെയാവും എന്താവും എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഈ കോഴ്സ് എടുക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു ഫീൽഡ് വർക്ക് ആയതുകൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. എങ്കിലും ആ ഒരു റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യുന്നതും ഈ കോഴ്സ് എടുത്ത് പഠിക്കുന്നതും. അപ്പം എൻ്റെ ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാനിത് പഠിക്കുന്നത്. എനിക്ക് കൗൺസിലിംഗ് മേഖലയിലേക്ക് പോകണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ MSW എടുത്താൽ അതിന് പറ്റും എന്ന് പറഞ്ഞു കേട്ടതുകൊണ്ട് ഞാൻ MSW എടുത്തതാണ്. അപ്പോൾ ഇതെന്നെ സംബന്ധിച്ച് വളരെ റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ ഒരു 2 വർഷം കടന്നു കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് അതെനിക്ക് വല്ലാത്തൊരു കോൺഫിഡൻസും തരും. കാരണം എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് എനിക്ക് പോലും തോന്നുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് എനിക്കൊരു മുന്നോട്ടേക്കുള്ള എൻ്റെ ജീവിതത്തിൽ അതൊരു വലിയൊരു അനുഗ്രഹമായിരിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ ഓർക്കുക. പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ. എപ്പോഴും സമയം കിട്ടത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസൊക്കെ വൈകുന്നത്. എന്നാലും ഞാൻ സമയം പോലെ കിട്ടുമ്പോൾ ഒക്കെ. ഇപ്പം ഞാനിപ്പോൾ വീട്ടിൽ വന്നേക്കാണ്, അവധിയാണ് 2-3 ദിവസമായിട്ട്. അപ്പോൾ ആ 2-3 ദിവസത്തെ അവധിക്ക് വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ വന്ന ടൈമിൽ ഞാൻ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷനല്ല, ചെറിയൊരു എക്സ്പ്ലനേഷൻ വീഡിയോ എടുത്തിടാമെന്ന് കരുതി. അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹവും സപ്പോർട്ടും ഇനിയും മുന്നോട്ടേക്ക് എനിക്ക് വേണം. ഞാൻ നിങ്ങളെ മറന്നിട്ടൊന്നും ഇല്ല കേട്ടോ. ചെറിയ ഷോർട്ട് വീഡിയോസും പിന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ ആയിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ ഇടയിലേക്ക് വരുന്നതായിരിക്കും പുതിയ അപ്ഡേറ്റ്സുമായിട്ട്. അതുവരെയും ബൈ.